ഹായ്, അസ്സലാമലൈക്കും. സജന ഹക്കീം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വ്യത്യസ്തയിനം വെറൈറ്റി ഗപ്പികളെ കാണിച്ചു തരാട്ടോ. അടിപൊളി, വളരെ മനോഹരമായ വ്യത്യസ്തയിനം നമ്മുടെ ഗപ്പികളെ കാണിച്ചു തരാം. കൂടാതെ ഇന്ന് ഹോസ്പിറ്റൽ വിശേഷങ്ങളാട്ടോ കൂടുതലായിട്ടും പറയാനുള്ളത്. മോന് കഫം കെട്ടും ചുമയായിട്ട് ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മോനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും വ്യത്യസ്ത ഇനം വെറൈറ്റി ഗപ്പികളെയും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാട്ടോ ഇന്ന് വീഡിയോയുമായി വന്നിട്ടുള്ളത്. ഇന്നത്തെ വിശേഷങ്ങളാണേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. തിരക്കേറിയ ദിവസമാട്ടോ ഇന്ന്. വളരെയധികം തിരക്ക് പിടിച്ച ദിവസമാണ്. മോനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇന്ന് പോകണം. അപ്പോൾ കുഞ്ഞടുക്കളയിലെ പണികളും അങ്ങോട്ട് ഒതുക്കിങ്ങായിട്ട് വേണം കേട്ടോ പോവാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ട് മുതിരയാട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് നമ്മൾ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. ഒരു പൊളി ഐറ്റം മീൻകറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ലോബിൽ വന്നിരുന്നിട്ട് ഒരു ഡീറ്റെയിലായിട്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അടിപൊളി പൊളി ഐറ്റം മീൻകറിയാണ് കേട്ടോ. അപ്പോൾ കൊഴുവര മീൻകറി ഉണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചൂടാക്കി വെച്ചു. അപ്പോൾ രാവിലെ തന്നെ ഇതാ പുട്ടും മുതിരയാണ് കേട്ടോ. രാവിലെ തന്നെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് മുതിര തൂളിക്കാട്ടോ. മുതിര വേവിക്കാനായിട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിസിലടി കേട്ടില്ലേ? അപ്പം നമുക്ക് മുതിര തൂളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുതിര തൂളിക്കാനായിട്ട് ആരൊക്കെ അറിയാത്തതില്ലേ, എന്നാലും ഞാൻ പറയാട്ടോ വെറുതെ. അപ്പോൾ അതാ ചീഞ്ചിട്ട് അങ്ങോട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചെടുത്തു. പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ അതാ ചെറുള്ളിക്കുട്ടനരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തോട്ടോ. പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തോട്ടോ. പിന്നെ നമ്മളതിലേക്ക് പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് തീ നല്ലപോലെ കുറച്ച് വെച്ചു. അങ്ങനെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മുടെ മുതിര അതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്ത് നമ്മുടെ മുതിരപ്പേരി അങ്ങോട്ട് സെറ്റാക്കി എടുത്തോട്ടോ. അപ്പം നമ്മുടെ പുട്ടും മുതിരയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് സെറ്റായിട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തോട്ടോ. അതിന് ശേഷം ഞങ്ങളിതാ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരങ്ങൾക്ക് ശേഷം കേട്ടോ ടോക്കൺ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾക്ക് 75 ആട്ടോ കിട്ടിയത്. അങ്ങനെ ഇതാ ഞങ്ങൾ ടോക്കണുമായിട്ട് ഇതാ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഇതാ കടന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ടോക്കൺ നമ്പർ 6 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് 2 മണിയായാലും പോവാനായിട്ട് പറ്റൂല. അപ്പോൾ ഞങ്ങളിതാ പനിയുടെ അളവ് നോക്കാനായിട്ട് ഒരു റൂമിലേക്ക് പോയി. അപ്പോൾ അതാ പനിയുടെ അളവ് 96 ആട്ടോ. പനിയുടെ അളവ് കൂടുതലാട്ടോ. അപ്പോൾ വേഗം തന്നെ അങ്ങോട്ട് ഡോക്ടർ റൂമിലേക്ക് പൊക്കോളൂ, ടോക്കൺ നമ്പർ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. പെട്ടെന്ന് അങ്ങോട്ട് ഡോക്ടറെ കാണിച്ച് പോവാലോ എന്ന് കരുതിയിട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല കഫം കെട്ടുണ്ട്, ഉള്ളിലാണല്ലേ പനി. അപ്പോൾ ടെസ്റ്റ് ഞാൻ എഴുതി തരാം. അപ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ. അപ്പം നമ്മുടെ മീൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊറിയർക്കാർ കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി മീനുകൾ നമുക്ക് കാണണ്ടേ? അടിപൊളിയാട്ടോ, മനോഹരമായ മീനുകളെ കാണാട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മീൻ കാണാനായിട്ട് ആകാംക്ഷയോടെ നമ്മുടെ പാത്തൂസും മോനും കേട്ടോ. മോന്താ കിടക്കാൻ കേട്ടോ. എന്നാലും അവൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെയാട്ടോ ഞാൻ മീൻ അൺബോക്സ് ചെയ്തു. അങ്ങനെ അവനെ കാണിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ അവനെ കാണിച്ചു കൊടുത്തതാ നമ്മളിനി മീൻ സെറ്റാക്കി എടുക്കണ്ടേ.
പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് വെള്ളം സെറ്റാക്കി വെക്കണം. അതിന് ശേഷം കെട്ട് പൊട്ടിക്കാതെ തന്നെ അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ടങ്ങോട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം മീനെ പൊട്ടിച്ച് വെള്ളത്തിലേക്ക് ഇടാൻ. അല്ലെങ്കിൽ പി എച്ച് ശരിയാവാനാട്ടോ നമ്മൾ ഇതേപോലെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് അരമണിക്കൂറോളം ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി സെറ്റായത് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിക്കാനാട്ടോ പോകുന്നത്. അതിന് ശേഷം കുറച്ച് മുളക് പറ്റി സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. നമ്മുടെ മീൻ കൊഴുവ, അപ്പം അത് പൊരിക്കണം കേട്ടോ. അപ്പം അതിനുള്ളതാ പാനിലേക്ക് വെട്ടിത്തെളിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഇട്ടിങ്ങായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മീനിൻ്റെ കവറൊക്കെ പൊട്ടിക്കണം. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റാക്കിയ ശേഷം ഫുഡൊക്കെ കഴിച്ച ശേഷം കേട്ടോ നമ്മുടെ മീനെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മീനിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കണം. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടിരിക്കണം. അപ്പോൾ ഫുഡ് കൊടുത്തു മോനിട്ടോ. ഇപ്പോൾ കുറവുണ്ട്, പനീര് ഗുളിക കൊടുത്തപ്പോൾ കുറച്ച് കുറവായി. അങ്ങനെ കിടന്ന് ഉറങ്ങാട്ടോ മോന്. അങ്ങനെ ഇതാ നമ്മുടെ മീനിൻ്റെ കവറൊക്കെ പൊട്ടിച്ചതാ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. വെറൈറ്റി മീനുകളാട്ടോ, വെറൈറ്റി ഗപ്പികൾ കേട്ടോ. അടിപൊളിയാട്ടോ, വ്യത്യസ്ത ഇനം വെറൈറ്റി ഗപ്പികളാട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.